ചില പടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കവർ ചെയ്ത പോലെ ചില സമയത്ത് പടം നിന്ന് പോകാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആവും. അതായത് കോറായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ എടുത്തു, ഇൻക്ലൂഡിങ് ക്ലൈമാക്സ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 80% കംപ്ലീഷൻ ആണെങ്കിൽ, വലിയ തട്ടുകേട് കൂടാതെ നിങ്ങൾക്ക് ഇത് ഇറക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഇറക്കുക. ഒരു നോർമൽ ബോൾ പാർക്ക് ഫിഗറിൽ ഒരു 4 ദിവസം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ കൈ കരുതാം. ഒരു 2-3 ഡയറക്ടേഴ്സ് ആ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് ആ പടം തീർത്തത്. അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ ഹൗസ് ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ ചില പടങ്ങൾ, അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്താണ് പറയാനുള്ളത്. ചില പടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കവർ ചെയ്ത പോലെ ചില സമയത്ത് പടം നിന്ന് പോകാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആവും. പല റീസൺസ് ഉണ്ടാകും. ഒന്നുകിൽ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി, ഷെഡ്യൂൾ ക്ലാഷ്, അല്ലെങ്കിൽ ഡയറക്ടർ എടുത്ത പോർഷൻസ് പോരാന്ന് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പടം നിന്ന് പോകാം. പടം നിന്ന് പോകുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുവരെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് നിങ്ങൾ കാണുക. അതായത് സ്പോട്ട് നിങ്ങൾ എന്തായാലും ഓൾറെഡി കാണാൻ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ അതിൻ്റെ റോ ഫൂട്ടേജ് നിങ്ങൾ കാണുക. റോ ഫൂട്ടേജ് കണ്ടതിന് ശേഷം നമ്മൾ സീൻസ് എടുക്കുക. അതായത് സ്ക്രിപ്റ്റ് എടുത്തിട്ട് സീൻസ് ടിക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 3 സീൻസ് വെച്ച് മിനിമം ഒരു ദിവസം കവർ ചെയ്യണം എന്നുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സീൻസ് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള സീൻസ് നോക്കുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടിങ് ഇഷ്യൂസ് പ്രകാരം നിന്ന് പോകുന്ന ഒരു പടത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. ബാലൻസ് ഉള്ള സീൻസ് നിങ്ങൾ നോക്കുക. റോ ഫുട്ടേജ് കണ്ടു. ഇപ്പോൾ റോ ഫുട്ടേജ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു കാരണവശാലും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, എക്സിസ്റ്റിംഗ് കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ മൂവി കംപ്ലീറ്റ്, അതായത് എഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റുമെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു 4-5 ദിവസത്തെ ഷൂട്ട് വേണം, പക്ഷെ അതിനുള്ള ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. വേരിയസ് റീസൺസ്. മോസ്റ്റ് പ്രോബ്ലി ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലെങ്കിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റാതെ വരുവാണ്. അങ്ങനെ നിങ്ങൾ എക്സിസ്റ്റിംഗ് കണ്ടന്റ് വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റുമെന്ന് നോക്കുക. പാട്ട്, ലൈവ് പാട്ട്, അതായത് കൊറിയോഗ്രാഫ് ചെയ്ത പാട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, എക്സിസ്റ്റിംഗ് സീൻ, അതായത് ഞാൻ റഷസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷസ് കൂടെ ചേർത്ത് വെച്ചിട്ട് എക്സിസ്റ്റിംഗ് സീൻ വെച്ചിട്ട് നിങ്ങൾക്ക് പാട്ടുകൾ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കോറിയോഗ്രാഫ് ചെയ്തുള്ള സോങ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഞാൻ വേർസ്റ്റ് കേസ് സിനാരിയോയിലാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. So try to manage that movie within the existing scenes, especially if the movie has completed over 80%. അത് കോറായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ എടുത്തു, ഇൻക്ലൂഡിങ് ക്ലൈമാക്സ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 80% കംപ്ലീഷൻ ആണെങ്കിൽ, വലിയ തട്ടുകേട് കൂടാതെ നിങ്ങൾക്ക് ഇത് ഇറക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഇറക്കുക. അവിടെ നിങ്ങൾ എഡിറ്ററിൻ്റെ ഹെൽപ്പ്, അതായത് ഡയറക്ടറിൻ്റെ എഡിറ്ററിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പാട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് സീൻസ് വെച്ചിട്ട് പാട്ട് കട്ട് ചെയ്യുക. ഇതാണ് ഒരു ട്രിക്ക്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സോങ്സ് ഫുള്ളായിട്ട് നിങ്ങൾ പടത്തിൽ കാണിക്കാതിരിക്കുക. അതായത് ഒരു 3 മിനിറ്റ്സ് സോങ് ആണെങ്കിൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് നിങ്ങൾ പടത്തിൽ കാണിക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല. അപ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റ് പടത്തിൽ നിങ്ങൾ പാട്ട് കാണിച്ചിട്ട് ആ ഫുൾ സോങ്സ് നിങ്ങൾക്ക് മറ്റേ മ്യൂസിക് ചാനലിന് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല. അവിടെ നിങ്ങൾ സ്റ്റുഡിയോ വേർഷനും ലിറിക് വേർഷനും സോങ്സും കൂടെ, വീഡിയോ വേർഷനും കൂടെ മിക്സ് ചെയ്തിട്ട് സോങ്സ് കൊടുക്കുക. വീഡിയോ സോങ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുക, പക്ഷെ മിക്സ്ഡ് വേർഷൻ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കമ്മിങ് നിങ്ങൾക്ക് അവിടെ കവറപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നിങ്ങൾ മറ്റേ ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് സീൻ ദ സീൻസ് എല്ലാം നിങ്ങൾ കണ്ടു, റോ ഫുട്ടേജ് കണ്ടു, എല്ലാം ചെയ്തു. അപ്പോൾ നിങ്ങൾ പറയുവാണ്, അപ്പോൾ ടോട്ടൽ ഇനി 10 ദിവസത്തെ ഷൂട്ട് വേണം. 10 ദിവസത്തെ ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 ദിവസത്തെ ഷൂട്ടിനകത്ത് കോർ സീൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ യു ഐഡൻറ്റിഫൈ ദ കോർ സീൻസ് അമോങ് ദി ടോട്ടൽ 10 day ഷൂട്ട്സ്.
സോ ലെറ്റ്സ് സേ ദ കോർ സീൻസ് കംസ് ടു 4 days. 4 days നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ആ 4 days ഷൂട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ആ പടം ഇറക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റേസ് ഫണ്ട്സ് ഫോർ ദി 4 days. ഈ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത പടമാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഡ്വാൻസ് തരത്തില്ല. മാർക്കറ്റിംഗിന് ഫണ്ട് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഈ ഫണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു എപ്പിസോഡിൻ്റെ ഒരു റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്, എങ്ങനെ ഫണ്ട് മൂവിക്ക് എങ്ങനെ ഫണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, കയ്യിൽ കാശില്ലെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് ചെയ്യാം. വേരിയസ് ഓപ്ഷൻസ് അത് ഞാൻ ചെയ്തു തരാം. ബട്ട് ലെറ്റ്സ് സേ 4 days. അപ്പോൾ ആ 4 days മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് ആവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു നോർമൽ ബോൾ പാർക്ക് ഫിഗറിൽ ഒരു 4 ദിവസം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ കൈ കരുതണം. 10 lakhs. വൈ? ബിക്കോസ് യു ഹാവ് ടു കവർ ദി ഷൂട്ടിംഗ് എക്സ്പെൻസസ്, ബാറ്റ, ട്രാവൽ എക്സ്പെൻസസ്, ഓൾ ദോസ് തിങ്സ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. എസ്പെഷ്യലി ഈ നിന്ന് പോയ പടമാണെങ്കിൽ ഈ 4 days ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഗെറ്റ് ദി ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് കിട്ടണം. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ ഈ 4 days ഷൂട്ട് ചെയ്യുന്നത് ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലെങ്കിൽ മേക്ക് ഇറ്റ് ക്ലോസർ ടു കൊച്ചി. അപ്പം നിങ്ങൾക്ക് ട്രാവൽ ബാറ്റ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഒരു നടൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് വരുന്ന ദിവസമാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു 2-3 hours നടനെ മതി. അപ്പോൾ അത് എറണാകുളത്താണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഈസി. ബിക്കോസ് ഡബ്ബിങ് കഴിഞ്ഞിട്ട് നടൻ വന്നിട്ട് ആ 3 hours അവർ ചെയ്ത് വന്നിട്ട് പോകും. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഗൈസ്, ഓൾ ദി ആർട്ടിസ്റ്റ് വാണ്ട് എ മൂവി ടു കം ഔട്ട് ഗുഡ്. എത്ര ചലഞ്ചസ് ഉണ്ടെങ്കിൽ എത്ര ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് അവർക്ക് അങ്ങനെയാണിത് വരേണ്ടത്. പടം അവർക്ക് ഇറങ്ങണം, പടം വിജയിക്കുകയും വേണം. ബിക്കോസ് ഇറ്റ്സ് ദെയർ സസ്റ്റൈനബിലിറ്റി ഓൾസോ. സോ ദിസ് ഇസ് ദ തിങ് പ്രൊഡ്യൂസേഴ്സിനോട് പറയാനുള്ളത്. നിന്ന് പോയ പടത്തിൻ്റെ ഒരു മാർഗം, അതായത് 80% നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോലെ 80% ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് ഔട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക, ഒരു പടമാക്കാൻ പറ്റുമോ നോക്കുക. ഇതില്ലെങ്കിൽ കോർ സീൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കോർ സീൻസ് മാത്രം ഷൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് എഡിറ്റ് ചെയ്ത് അത് ഒരു സ്മാർട്ട് എഡിറ്റർ നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് എഡിറ്ററിൻ്റെ കേപ്പബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഒരു പടത്തിനെ സ്റ്റിച്ച് ചെയ്ത്, അതായത് പൂർണ്ണമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തൊരു പടത്തിനെ സ്റ്റിച്ച് ചെയ്ത് അതൊരു പടമാക്കി മാറ്റുന്ന എഡിറ്ററിൻ്റെ കഴിവാണ്. ഇവിടെ ഡയറക്ടോറിയൽ കഴിവ് ഇതിനെക്കാട്ടി കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന എഡിറ്ററിൻ്റെ കഴിവാണ്. അങ്ങനെ നമുക്ക് പടം ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നിന്ന് പോകാൻ കാരണം ഡയറക്ടർ ആണെന്ന് വിചാരിക്കുക. ബിക്കോസ് ഓഫ് ദി ഇന്നബിലിറ്റി ഓഫ് ദ ഡയറക്ടർ. ബിക്കോസ് എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം നടന്നൊരു സംഭവമാണ്. 2 years ബാക്ക് നടന്ന സംഭവമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയപ്പോൾ ഡെബ്യൂ ഡയറക്ടറാണ്. ഡെബ്യൂ ഡയറക്ടർ ഷൂട്ട് ചെയ്യാൻ മറ്റേ ഒരു പ്രൊജക്റ്റ് കിട്ടി. ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. പ്രൊജക്റ്റ് കിട്ടി. ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ദിവസം വന്ന് ആർട്ടിസ്റ്റ് എല്ലാം വന്നു. ഒരു 100-150 പേരുണ്ടായിരുന്നു, യൂണിറ്റ് അടക്കം എല്ലാവരും ഷൂട്ടിംഗ് സെറ്റിൽ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പം തന്നെ ഡയറക്ടറിൻ്റെ കിളി പോയി. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീ ഗോട്ട് കംപ്ലീറ്റ്ലി ഓവർ എക്സൈറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് പുള്ളിക്കാരനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന സ്റ്റേജ് വന്നു. അതായത് ഫസ്റ്റ് ദിവസം തന്നെ പുള്ളിക്കാരനെ കൊണ്ട് അത് ഹാൻഡിൽ, അതായത് അത്രയും ക്രൗഡിനെയും, കാരണം പുള്ളി ഡെബ്യൂ ആണ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. മൂവി സെറ്റിനകത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയും ആദ്യത്തെ എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിനെയും സീനിയർ ആർട്ടിസ്റ്റിനെയും ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ പുള്ളിക്കാരൻ ഫസ്റ്റ് ദിവസം കണ്ടപ്പം തന്നെ പുള്ളി കംപ്ലീറ്റ്ലി ഔട്ടായി. പിന്നെ ആ പടം പുള്ളിക്കാരനെ മാറ്റി നിർത്തിയിട്ട് അസോസിയേറ്റ് ചേർന്നിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അവരൊരു വേറൊരു ഡയറക്ടറിനെ കൊണ്ടുവന്നു, എക്സ്റ്റേണൽ ഡയറക്ടറിനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരനെ വെച്ചിട്ട് കുറേ ദിവസം, അതായത് ആ പടത്തിനകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 2-3 ഡയറക്ടേഴ്സ് ആ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് ആ പടം തീർത്തത്. അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ ഹൗസ് ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ പടം തീർക്കാൻ സാധിച്ചത്. അതൊരു പുതിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ ആർട്ടിസ്റ്റിനെല്ലാം അഡ്വാൻസും കൊടുത്ത് എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഡയറക്ടറിങ്ങിനായിരുന്നെങ്കിൽ മേപ്പോട്ട് നോക്കിയിരുന്നേനെ. ഇതിൻ്റെ ഒരു വേറൊരു വെർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ആദ്യത്തെ ദിവസം ഷൂട്ട് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറിനായാലും ഒരു ആർട്ടിസ്റ്റിനായാലും ഒരു പടത്തിനായാലും ഒരു 3 ദിവസം സമയം കൊടുക്കണം. ഒന്ന് സെറ്റായി, അതായത് സെറ്റുകൾ, അതായത് ഇതൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് സെറ്റായി വന്ന് ആ പടം ഒന്ന് സ്മൂത്ത് ഫ്ലോ എടുക്കാൻ വേണ്ടി 3 ദിവസമെങ്കിലും എടുക്കും. ആ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഡയറക്ടറിൻ്റെ കണ്ടന്റ് നോക്കുക. അതായത് കണ്ടന്റ് നോക്കുക, അസോസിയേറ്റ് അടുത്ത് സംസാരിക്കുക. ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് തന്നെ പറയുന്നത്. അസോസിയേറ്റ് അടുത്ത് സംസാരിക്കുക, ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുക, ഡയറക്ടറിൻ്റെ കണ്ടന്റ് കാണുക, സ്പോട്ടിനടുത്ത് സംസാരിക്കുക, പ്രൊഡക്ഷൻ കൺട്രോളോട് സംസാരിക്കുക.
ഇതെല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആ പടം മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ട്, ഞാൻ നേരത്തെ ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റിന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടല്ലോ, ദ ഡയറക്ടർ വിൽ ബി റീപ്ലേസ്ഡ് ഇഫ് ദ മൂവി ഈസ് നോട്ട് കമ്മിങ് അപ് ടു ദ മാർക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതൊരു ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റിൽ, ഞങ്ങളുടെയൊക്കെ ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റിലുണ്ട്. അതായത് ഡയറക്ടറിന് എന്തെങ്കിലും ഇന്നബിലിറ്റി വരുവോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂ വരുവോ ചെയ്താൽ ഡയറക്ടറിനെ മാറ്റി നിർത്തി ആ പടം പ്രൊഡ്യൂസർ അസൈൻ ചെയ്യുന്ന ഒരാളിനെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്നും അതിന് ആ ഡയറക്ടർ സപ്പോർട്ട് ചെയ്യുമെന്നും നിങ്ങളുടെ ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റ് വേണം. അപ്പോൾ ആ ക്ലോസ് നിങ്ങൾ ഒഫീഷ്യലി ആക്ടിവേറ്റ് ചെയ്യണം. ഈ ഒഫീഷ്യൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വെർബലി പറഞ്ഞാൽ പോരാ. നിങ്ങൾ ഒഫീഷ്യൽ ലെറ്ററിൽ ഡയറക്ടറിന് അക്നോളജ് ചെയ്ത് സൈൻ ചെയ്ത് മേടിക്കണം. ഒരു കോപ്പി FFKയിൽ കൊടുക്കണം, ഒരു കോപ്പി പ്രൊഡ്യൂസേഴ്സിൽ കൊടുക്കണം, ഒരു കോപ്പി ചേംബറിലും കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ അസോസിയേഷൻ, അതായത് പ്രൊഡ്യൂസറിൻ്റെ പറയുവാണ്, നിങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ നിങ്ങൾ 2 വെച്ച് കൊടുക്കുമ്പം ചേംബറിലേക്ക് CCയും FFKയിലേക്ക് CCയും കൊടുക്കണം. കാരണം നാളെ ഡയറക്ടർ പോയി പരാതിപ്പെടുവാണ്, എന്നെ മാറ്റി നിർത്തിയിട്ട് പടം കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു റീസണിങ് വേണം. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റ് ഉണ്ടെങ്കിൽ അസോസിയേറ്റിനെ അല്ലെങ്കിൽ വേറൊരു ഡയറക്ടറിനെ വെച്ചിട്ട് ആ പടം ആ ഡേറ്റ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത്, ഇതിൻ്റെ ചലഞ്ച് എന്ന് വെച്ചാൽ 30 ഡേയ്സിലേക്കാണ് നിങ്ങൾ ഡേറ്റ്സ് എടുക്കുന്നത് വിചാരിക്കുക. ഈ 30 ഡേയ്സിൽ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായി ഡയറക്ടറിന് പണി അറിയില്ല എന്ന് മനസ്സിലായി. ഇനി 27 ദിവസം ഷൂട്ടുണ്ട്, 27 ദിവസം നിങ്ങൾക്ക് ഡേറ്റും ഉണ്ട്. അത് 23-ാമത്തെ ദിവസം രാത്രിയിൽ ആ ഡിസിഷൻ എടുക്കുകയും 4-ാമത്തെ ദിവസം രാവിലെ പുതിയ ഡയറക്ടറോ അസോസിയേറ്റോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ദി അസോസിയേഷൻസ് 4-ാമത്തെ ദിവസം ഷൂട്ട് ചാലുവായിരിക്കണം, റണ്ണിങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ പൈസ പോകുന്നത് പ്രൊഡ്യൂസറിൻ്റെ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറക്ടറിൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് കോൺട്രാക്ട് എഴുതി തന്നെ മുമ്പോട്ട് പോകണം. കാരണം ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ പറയുവാണ്, പല ടെക്നീഷ്യന്മാർക്ക് ഇത് അറിയാവുന്നതാണ്. പല പടങ്ങളും ഡയറക്ടറിൻ്റെ ഇന്നബിലിറ്റി കാരണം പാളിപ്പോയിട്ടുണ്ട്. അതായത് ഡയറക്ടറിന് പണി അറിയാത്തതുകൊണ്ട്. കാരണം പുള്ളിയുടെ വിഷ്വൽ സെൻസ് ചിലപ്പം വേറെ ആയിരിക്കും, പുള്ളി ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച വിഷ്വൽ സെൻസ് വേറെ ആയിരിക്കും. അപ്പം അവിടെ വെച്ച് നിങ്ങളത് സോർട്ട് ചെയ്ത് ഡയറക്ടറിനെ മാറ്റി നിർത്തി, ഡയറക്ടറിന് പൈസ കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, ഡയറക്ടർ അവിടെ നിൽക്കട്ടെ, പക്ഷെങ്കിൽ സംബഡി എൽസ് ഷുഡ് ലീഡ് ദാറ്റ് ഷിപ്പ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ ക്യാപ്റ്റനാണ്. സോ എ ക്യാപ്റ്റൻ ഷുഡ് കം ഓൺ ബോർഡ് ടു ടേക്ക് അപ്പ് ദി പ്രൊജക്ട്. അത് പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതേ കേസിൽ തന്നെ ഈ റോ ഫുട്ടേജ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. ഇപ്പം ഈ ഡയറക്ടറിനെ വെച്ചിട്ട് ചില സമയത്ത് നിങ്ങൾ റോ ഫുട്ടേജ് കട്ട്, അത് പടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്യിപ്പിക്കും. കട്ട് ചെയ്യിക്കുമ്പോഴും യു ഹാവ് ദ സെയിം ഇഷ്യൂ. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ, അതായത് പടത്തിനകത്ത് കണ്ടന്റ് എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള എഡിറ്റഡ് വേർഷൻ വരുന്നില്ല. അങ്ങനെ ആകുമ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെട്ടു. അത് ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെടാം, പല ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ അസോസിയേറ്റ്സിനും ഒക്കെ ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെടാം. ഇതുകൊണ്ട് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ളത്, സ്ഥിരമായി ഇരുന്ന് പടം കാണരുത്. അത് നിങ്ങൾ സെറ്റിൽ ചെന്ന് നിങ്ങൾ സ്പോട്ട് കാണണം. എല്ലാ ദിവസത്തെയും ഷൂട്ടിൻ്റെ സ്പോട്ട് അന്നത്തെ രാത്രിയിലോ പിറ്റേ ദിവസമോ നിങ്ങൾ സ്പോട്ട് എഡിറ്റ് കാണുക. പക്ഷെങ്കിൽ സ്ഥിരമായിട്ടിരുന്ന് ഷൂട്ട് കാണുവോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓവർ ഇൻവോൾവ് ആവുമോ സ്റ്റുഡിയോയിൽ പോയിരുന്നത് കാണുവോ ചെയ്യാതിരിക്കുക. ബിക്കോസ് ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾ വല്ലപ്പോഴേ പടം കാണാൻ പാടുള്ളൂ. കാരണം എന്നാലേ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്താണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ആ ജഡ്ജ്മെൻറ്റ്, അതായത് പണി ഇവിടെ പാളി അവിടെ പാളി എന്ന് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജഡ്ജ്മെൻറ്റ് കിട്ടത്തില്ല. ഈ ഡയറക്ടേഴ്സിനും ഇത് വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെടും. ഈ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് പടത്തിനെ കാണാൻ പറ്റും. എല്ലാവരെ കൊണ്ട് 99% ആൾക്കാരെ കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെടും. എഡിറ്റിങ്ങിൽ ചെല്ലുമ്പോൾ എഡിറ്റർ എന്തോ പറയുന്നത്, എഡിറ്റർ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡയറക്ടർ സജഷൻ പറഞ്ഞിട്ടാണ് എഡിറ്റർ ചെയ്യുന്നത്, ഡയറക്ടറിൻ്റെ വിഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ ഈ സാധനം റോ ഫുട്ടേജ് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മുമ്പേ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ്, ഇത് ഇങ്ങനല്ലല്ലോ പടം വരേണ്ടത്, ഈ സീൻസ് ഇങ്ങനല്ലല്ലോ വരുന്നത്, ഇങ്ങനല്ലല്ലോ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ മേക്ക് ഷുവർ നിങ്ങൾ ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ പറയുക. അതായത് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്റ്റുഡിയോയിൽ കയറാൻ പാടില്ല, വേറെ എന്തെങ്കിലും പടമൊക്കെ കണ്ടു നടക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വേറൊരു എപ്പിസോഡ് ഞാൻ കവർ ചെയ്തു തരാം. ഒരു ബ്രേക്ക് ഡയറക്ടറെ കൊണ്ട് എടുപ്പിച്ചിട്ട് അസോസിയേറ്റിനെയോ അല്ലെങ്കിൽ വേറൊരാളിനെ ഇട്ടിട്ട് ആ പടം ഒന്ന് കണ്ട് റീകട്ട് ചെയ്യണം. ഇങ്ങനെ റീകട്ട് ചെയ്ത് ഒരു നന്നായ ഒരുപാട് പടങ്ങളുണ്ട്.
നിങ്ങൾ കാണുന്ന പല സൂപ്പർ ഹിറ്റ് പടങ്ങളും എഡിറ്റിംഗ് ടേബിൾ ഉണ്ടായ പടമാണ്. അതായത് ഒരുപാട് സാധനം ഷൂട്ട് ചെയ്ത് കൊണ്ടുവരും, എഡിറ്റിംഗ് ടേബിൾ വെച്ചിട്ടാണ് അതൊരു പ്രോപ്പർ സ്ട്രക്ചേർഡ് മൂവി ആയിട്ട് മാറുന്നത്. സോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡിസിഷനാണ്. ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഡിസിഷൻസ് ആണ് ഇതെല്ലാം. ഈ ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പടം തിയേറ്ററിൽ ഇറങ്ങുമ്പം പടം പാളിപ്പോവും, പടം പൊട്ടും. അന്നേരം നിങ്ങൾക്ക് തിരിഞ്ഞു പോയിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു, ഇതൊക്കെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ക്ലൈമാക്സ് ഒന്ന് മാറ്റി കട്ട് ചെയ്യാമായിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കഥയില്ല. പടം വീണതാണ്. സോ മേക്ക് ഷുവർ ഗൈസ്, പ്രൊഡ്യൂസേഴ്സ്, ഈ ഡയറക്ടേഴ്സിനെ നിങ്ങൾ വെച്ച് ഇത് മാനേജ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ കോൾ ആൻഡ് യു മേക്ക് ദാറ്റ് കോൾ ഇമ്മീഡിയറ്റ്ലി. ഇതേ ഇഷ്യൂ തന്നെ ഫോർത്ത് ഒരു കാര്യമുണ്ട്, അതായത് ഡയറക്ടേഴ്സും അസോസിയേറ്റും DOPയും ഒക്കെ തമ്മിലുള്ള ഇഷ്യൂസ്. അതായത് പടം മനുഷ്യരല്ലേ, ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയന് വരാം, പക്ഷെ അത് ഈഗോ ആയിട്ട് മാറിക്കഴിയുമ്പം നമ്മുടെ പടത്തിനെ അത് അഫക്റ്റ് ചെയ്യും. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ, അതായത് ഡയറക്ടറും DOPയും അല്ലെങ്കിൽ ഡയറക്ടർ, എഡിറ്റർ അല്ലെങ്കിൽ സെറ്റിലുള്ള മറ്റുള്ള അസോസിയേറ്റുമായിട്ടൊക്കെ ഇഷ്യൂസ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട്, അതായത് നട്ടുച്ച നേരമാണെങ്കിലും ഫുഡ് കഴിക്കേണ്ട നേരമാണെങ്കിലും അത് ഷൂട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൂട്ടിയിരുത്തി നിങ്ങൾ സംസാരിക്കണം. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തിട്ട് മാത്രമേ അത് കോൾ ഓൺ ചെയ്തിട്ട് ആ പടം തുടരാൻ പാടുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മളത് ഓക്കെ ഇത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഫ് യു സ്വീപ്പ് ഇറ്റ് അണ്ടർ ദി കാർപ്പറ്റ് യുവർ മൂവി വിൽ ബി എഫക്റ്റഡ്. കാരണം DOP എന്ത് ചെയ്യും? ഡയറക്ടർ ക്യാമറ വെക്കാൻ പറയും, ക്യാമറ വെക്കും. അവൻ്റെ DOPയുടെ കയ്യിൽ നിന്ന് ഒരു സജഷൻസും കിട്ടത്തില്ല. അസോസിയേറ്റ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്ത് അവനവൻ്റെ വഴിക്ക് പോകും. ആരും ഇത് നന്നായില്ല, നന്നാക്കാം എന്ന് ഒരു അഭിപ്രായം പറയത്തില്ല. പിന്നെ അത് അവർക്കൊരു ജോലിയായിട്ട് മാറും, മേടിച്ച കാശിൻ്റെ ജോലി. അത് പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ആക്സസ് ഇല്ലെങ്കിൽ അസോസിയേറ്റോ അല്ലെങ്കിൽ DOPയോ ഇങ്ങനെയുള്ള ആരും പറയത്തില്ല. പിന്നെ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും പറയത്തില്ല. പണി പാളിയെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് മനസ്സിലാവും പണി പാളി എന്നുള്ളത്. പക്ഷേ പ്രൊഡ്യൂസർ അപ്രോച്ചബിൾ അല്ലാത്ത ആളാണെങ്കിൽ ഒരിക്കലും പ്രൊഡക്ഷൻ കൺട്രോളർ പറയത്തില്ല. കാരണം അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുമല്ലോ. പ്രൊഡ്യൂസർ പറയും നിർത്തി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. അപ്പോൾ അത് ആ ഒരു നിങ്ങൾ തുടക്കം മുതലേ, ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുവാണ്, ഇപ്പോൾ തുടക്കം മുതലേ നിങ്ങളൊരു റാപ്പോ ബിൽഡ് ചെയ്യണം. അതായത് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ഒരു സൗകര്യം. സെറ്റിൽ വന്ന് കാരവനിൽ കയറി ഇരിക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് താഴേക്കിടയിലേക്ക് ഇറങ്ങി നിങ്ങൾ 1 മണിക്കൂറേ സെറ്റിൽ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും ആ 1 മണിക്കൂർ താഴേക്കിടയിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ പടത്തിനകത്ത് എന്തെങ്കിലും പണി വന്നാൽ നിങ്ങൾ അറിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോകും. പല പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കാണാറുണ്ട്, സെറ്റിൽ വന്നാൽ നേരെ നടൻ്റെ കാരവനിലോ അല്ലെങ്കിൽ സ്വന്തം കാരവൻ വിളിച്ചിരുത്തിട്ട് അതിനകത്ത് കയറിയിരിക്കും. പിന്നെ ഒരു ആയിരക്കണക്കിന് കോള് വിളിക്കും. നിങ്ങളുടെ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയെടുക്കുന്ന പടമല്ലേ, നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻവോൾവ് ആവുക. എന്താണ് നടക്കുന്നത്? ഷൂട്ട് പ്രോംപ്റ്റ് ആയിട്ടാണോ പോകുന്നത്? കറക്റ്റ് ടൈമിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തോ? തലേ ദിവസം എത്ര മണിക്കാണ് ഷൂട്ട് തീർന്നത്? അക്കോമഡേഷൻസ് എല്ലാം സെറ്റാണോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഫുഡ് നല്ലതാണോ? ഇതൊക്കെ നിങ്ങളൊന്ന് ടച്ച് ബേസ് ചെയ്ത് പോവുക. ഇത് മൈക്രോ മാനേജ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, പുള്ളി മറ്റേ ഈ പോലീസ് കളിക്കുന്നൊരു പരിപാടിയുണ്ട്, ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കളിക്കുന്നൊരു പരിപാടിയുണ്ട് ചില പ്രൊഡ്യൂസേഴ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ കുറ്റം വേറൊരുത്തൻ പറഞ്ഞാൽ അത് കേൾക്കും, അവൻ്റെ കുറ്റം വേറൊരുത്തൻ പറഞ്ഞാൽ അത് കേൾക്കും. പ്രൊഡക്ഷൻ കൺട്രോളർ പറയാൻ സാറേ, പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിക്കും എത്ര മണിക്കാണ് ഷൂട്ട് തുടങ്ങി? പ്രൊഡക്ഷൻ പറയും 6:30 ആയപ്പോൾ എല്ലാവരും വന്നു സാറേ എന്ന് പറയും. അപ്പം മറ്റവനെ വിളിച്ച് ചോദിക്കും, എടാ ഇന്ന് എത്ര മണിക്കാണ് ഷൂട്ട് തുടങ്ങിയത്? ഇല്ല സാറേ 7:30 ആയിട്ടാണ് തുടങ്ങിയത്, 6:30 ആയപ്പോൾ എല്ലാവരും വന്നു, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയും. ഇങ്ങനെ കേട്ട് കഴിയുമ്പം എന്ത് പ്രശ്നം വെച്ചാൽ ട്രസ്റ്റ് ഇല്ല. അതായത് പരസ്പരം യൂണിറ്റിലുള്ള പല ആൾക്കാരും തമ്മിൽ ട്രസ്റ്റ് ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ ഈ ഇഷ്യൂസ്, അതായത് ഡയറക്ടർ ആൻഡ് ഡയറക്ടോറിയൽ ടീമും ബാക്കിയുള്ളവരോട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്തിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. 2-3 തവണ നിങ്ങളത് സോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് സോർട്ടായില്ലെങ്കിൽ പടം നിർത്തി വെച്ചിട്ട് ഫെഫ്ക പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞ പോലെ ചേംബറിൽ CC ചെയ്ത് പേപ്പർ കൊടുത്ത് ഫെഫ്കയുടെ റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ കൊണ്ടുവരണം. അതായത് ഫെഫ്കയുടെ അവിടെ വെച്ചിട്ട് ഇതിനൊരു മീറ്റിംഗ് നടത്താം. കാരണം ഇവയൊക്കെ ഫെഫ്കയുടെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മാക്ടയുടെ ആൾക്കാരായിരിക്കും. അവരുടെ യൂണിയനെ ഇടപെടുത്തിക്കൊണ്ട് മീറ്റിംഗ് നടത്തി ഇഷ്യൂസ് പരസ്പരം, കാരണം പല സമയത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാം, പ്രൊഡ്യൂസർ ആയിരിക്കത്തില്ല ഇഷ്യൂ.
ഇഷ്യൂ ഇവർ തമ്മിലുള്ള ഈഗോ ആണ്. ഇപ്പം DOP പറയും ഞാൻ 15 പടം ചെയ്താൽ നീ ഇപ്പം 2 പടമല്ല ചെയ്തിട്ടുള്ളൂ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് DOP പറയും. ഡയറക്ടർ പറയും ഞാനാണ് ഇവിടുത്തെ ഇത് എൻ്റെ പടമാണ്, ഞാൻ പറയുന്ന പോലെ നീ എടുത്താൽ മതി എന്ന് പറയും. അസോസിയേറ്റുമായിട്ടുള്ള ഇഷ്യൂ, അസോസിയേറ്റ് ചാർട്ടിങ് ആൻഡ് പ്ലാൻ അനുസരിച്ച് പോകുമ്പോൾ ചില സമയത്ത് അസോസിയേറ്റ് പ്ലാൻ പൊളിക്കും ഷൂട്ട് നടക്കുമ്പോൾ. അതെന്തുകൊണ്ട് പൊളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു നടൻ വന്നിട്ട് പറയും എടാ എനിക്ക് 2 ദിവസം എന്നെ ഒന്ന് വിടണം, എനിക്ക് ഉദ്ഘാടനമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജ് അലൂമിനിയുടെ ഒരു പരിപാടിയുണ്ട്, എന്നെ ഒന്ന് വിടണമെന്ന് പറയുമ്പം ആ ചാർട്ട് ചെയ്ത് വെച്ച് പ്ലാൻ പൊളിക്കാനേ മാർഗ്ഗമുള്ളൂ. നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്നും ചിലപ്പം പറയാൻ പറ്റില്ല, പ്രത്യേകിച്ചും സീനിയർ നടന്മാർ. അപ്പോൾ എന്ത് ചെയ്യും, അസോസിയേറ്റ് പ്ലാൻ പൊളിക്കും. അതായത് ചില സീൻസ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റും, ചില സീൻസ് ഇങ്ങോട്ട് മാറ്റും. അതായത് നടൻ്റെ ഡേറ്റ് ക്ലാഷ് ചെയ്യാത്ത രീതിയിൽ പുള്ളിക്കാരൻ ഒരു 2 ദിവസം ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി. ചില സമയത്ത് മോസ്റ്റ് പ്രോബ്ലി ഇപ്പം ഞങ്ങളുടെ സെറ്റിലൊക്കെ പല സമയത്തും ഞങ്ങൾ ചാർട്ട് പൊളിക്കുന്ന വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം സമയവും വേറെ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ്. അതായത് ഈ നടൻ അഭിനയിച്ച് വേറെ പടം റിലീസിന് വരിക, ആ സമയത്ത് ആ നടന് പ്രൊമോഷൻ പോകണം. അത് ന്യായമായ കാര്യമാണ്, പ്രൊമോഷന് പോകണമല്ലോ. അപ്പം അതിന് നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സിൽ ഒരാഴ്ച വിട്ടുകൊടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം മാക്സിമം ആ പ്രൊമോഷന് വേണ്ടി അവരെ വിട്ടുകൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ അന്നേരം അസോസിയേറ്റ് ചാർട്ട് പൊളിക്കണം. ഈ ചാർട്ട് പൊളിച്ചു കഴിയുമ്പം ഡയറക്ടറിന് അത് പ്രശ്നമാണ്. ഡയറക്ടർ പറയും എൻ്റെ അടുത്ത് ചോദിക്കാതെ തന്നെ നിങ്ങൾ ചാർട്ട് പൊളിച്ചു, ഞാനല്ലേ ഇത് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള. ചില സമയത്ത് ഡയറക്ടേഴ്സിനടുത്ത് ആയിരിക്കത്തില്ല ഈ ആർട്ടിസ്റ്റ് പറയുന്നത്. അതായത് എനിക്ക് ഒരു പ്രൊമോഷന് പോകണം ഒരു പടത്തിൻ്റെ, പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ അടുത്തായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നിങ്ങളത് പരസ്പരം സോൾവ് ചെയ്ത് മൂവി ഓടിക്കാൻ നോക്കുക. ബിക്കോസ് റിമെമ്പർ വൺ തിങ്, യു ആർ നോൺ ബൈ യുവർ ലാസ്റ്റ് മൂവി. ഞാനിത് ഡയറക്ടേഴ്സിനടുത്തും ആർട്ടിസ്റ്റിനടുത്തും ടെക്നിക്കൽ ക്രൂവിൻ്റെ അടുത്തുമാണ് പറയുന്നത്, പ്രൊഡ്യൂസേഴ്സിനടുത്തും. യു ആർ നോൺ ബൈ യുവർ ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഓടിയ പടം വെച്ചിട്ടാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ അവസാനത്തെ പടം പരാജയപ്പെട്ടെങ്കിൽ അതിനനുസരിച്ചാണ് നിങ്ങളെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ദയവ് ചെയ്ത് എനിക്ക് പ്രൊഡ്യൂസേഴ്സിനടുത്ത് പറയാനുള്ളത്, ഡിസിഷൻസ് എടുക്കുമ്പം ഫാസ്റ്റായിട്ട് എടുക്കുക, ഹാർഡായിട്ട് എടുക്കുക, സ്മൂത്തായിട്ട് എടുക്കുക. ഇൻവോൾവ് ചെയ്യേണ്ടവരെ എല്ലാവരും ഇൻവോൾവ് ചെയ്ത് പ്ലീസ് ടേക്ക് ദ ഡിസിഷൻ. ബട്ട് ആരെയും മുറിപ്പെടുത്താനോ മുറിവേറ്റൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ദ മൂവി ഹാസ് ടു വർക്ക്. സോ ഈ എപ്പിസോഡിൽ ഞാനിത് സ്പെഷ്യലായിട്ട് ഞാൻ കവർ ചെയ്താണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാനത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് എഴുതി അറിയിച്ചാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കവർ ചെയ്ത് തരുന്നതായിരിക്കും. എനിവേ, thank you very much guys. Thank you for listening to this channel. See you in the next episode.